ഈ എല്ലാ സ്ഥലവും ഈ മധുര ഗോപാൽ ഈ എല്ലാ ഈ ഇങ്ങനത്തെ മാപ്പൂരിൻ്റെ പാസ്റ്റൈം പ്ലേസസ് ഇൻക്ലൂഡിങ് യോഗപീഠ് മാപ്പൂർ ജനിച്ച സ്ഥലവും ഇതെല്ലാം എല്ലാം കുറേ ഗൗഡിയ മഠത്തിൻ്റെ അടിയിലാണ്. സോ ഓൾ ഓഫ് ദീസ് ആർ കണ്ടക്ട് ബൈ ഗൗഡിയ മഠ്. അത് കുറേ ഗൗഡിയ മഠും അതേ സമയത്ത് ലൈക്ക് മാർച്ച് സമയത്ത് പരിക്രമ നടത്തും. നവദ്വീപ് മണ്ഡൽ പരിക്രമ. നവദ്വീപ് മണ്ഡൽ പരിക്രമ ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ദിവസം എന്ന് വെച്ചാൽ ലൈക്ക് ആദിവാസ് അന്ന് വൈകിട്ട് മാത്രമേ ഉള്ളൂ. വൈകിട്ട് യോഗപീഠ് അവിടെ വെച്ചാണ് സാധാരണ ആദിവാസ്. തൊട്ടടുത്താണ് സ്കോണ്ട് തൊട്ടടുത്താണ് യോഗപീഠ്. അവിടെയാണ് ആദിവാസ്. യോഗപീഠ് മാപ്പൂർ ജനിച്ച സ്ഥലം. അവിടെ വൈകിട്ട് ആദിവാസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ എല്ലാവർക്കും ഒരു ബാൻഡ് കിട്ടും. നമ്മുടെ പരിക്രമം എന്ന് വെച്ചാൽ ലൈക്ക് ഇസ്കോണിൽ താമസിൻ്റെ അകത്ത് ഒരു ഓഫീസുണ്ട്, ലൈക്ക് ഒരു 10th കമ്മ്യൂണിറ്റിയുടെ ഓഫീസുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും ഒരു ബാൻഡ് കിട്ടും. കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്. ബാൻഡ് കിട്ടും, ഒരു ബാഗ്, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ക്യാപ്പ്, നവദ്വീപ് മണ്ഡൽ പരിക്രമ എല്ലാം. എന്നിട്ട് അതനുസരിച്ച് ബാൻഡ് അനുസരിച്ചുള്ള ഗ്രൂപ്പിൽ ഓരോ ദിവസം വേറെ വഴികളാണ് പോകുന്നത്. സാധാരണ റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മണപ്പൂരിൽ നിന്ന് ഗോതമ്പ് ദ്വീപിൽ അന്തർദ്വീപിൽ ലൈക്ക് ഈ ആദിവാസികൾ കഴിഞ്ഞിട്ട് ഗോതമ്പ് ദ്വീപിൽ ക്രോസ് ചെയ്ത് പോകും, ജലാങ് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു ബോട്ടുണ്ട്, ഒരു ബോട്ടും അതിൻ്റെ ആ ബോട്ടിന് മുകളിലൊരു പ്ലാറ്റ്ഫോം, ഷെഡൊന്നുമില്ല, ലൈക്ക് ഒരു പ്ലാറ്റ്ഫോം, ഓപ്പൺ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ അവർ ബൈക്ക്, സ്കൂട്ടർ, കാറും ഒക്കെ ആ ബോട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് ദ്വീപിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും നല്ല ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഇരുന്ന് മഹാരാജന്മാരുടെ എല്ലാ ക്ലാസ്സും ഉണ്ട്. പ്ലസ് ഒരു ലെക്ചറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡ്രാമ എല്ലാ ദിവസവും ഒരു പഞ്ചരത്ന പ്രോഗ്രാം എപ്പോഴും ഇന്റർനാഷണൽ ഡ്രാമ ഉണ്ട്. എന്നിട്ട് അത് പോവും. അവസാനം എല്ലാം കറങ്ങി അവസാനം തിരിച്ച് ലഞ്ചിലാണ് എൻ്റെ ലഞ്ച് കഴിച്ചിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ, ക്യാമ്പിൽ നിൽക്കുന്ന ആൾക്കാർ നിൽക്കും. ബാക്കി എല്ലാവരും തിരിച്ചു പോകും. എന്നാൽ ഈ ബസ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ബസ് കയറി തിരിച്ച് മാപ്പ്. അപ്പോൾ ക്യാമ്പിംഗ് സിസ്റ്റം ഉണ്ട്. അത് എല്ലാ ദിവസവും ലഞ്ച് കഴിഞ്ഞിട്ട് ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് റൂം കിട്ടും. ഒരു ടെൻറ്റ് എല്ലാ വർഷം അതേ സ്ഥലത്താണ് ക്യാമ്പ്, ഇസ്കോൺ ക്യാമ്പ്. അതുകൊണ്ട് അവിടുത്തെ ലോക്കൽസിൻ്റെ അടുത്തും ഇസ്കോൺ ക്യാമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ട്. ഓരോ സ്ഥലത്ത് ക്യാമ്പുണ്ട്. ക്യാമ്പിൽ പോയി നിൽക്കാൻ പറ്റും. കുറേ മോസ്റ്റ് മഹാരാജന്മാരൊക്കെ ക്യാമ്പിൽ നിൽക്കും. അപ്പോൾ അവരുടെ ലെക്ചറുണ്ട് വൈകിട്ട്, ഇതെല്ലാം ഉണ്ട്. ഡിന്നറും കാണും ക്യാമ്പിൽ നിൽക്കലുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ എക്സ്ട്രാ കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്. അതുകൊണ്ട് ആ ക്യാമ്പിംഗ് സിസ്റ്റം. ഗോദ്രം ദ്വീപ്, ദ്രുമ ഗോ എന്ന് വെച്ചാൽ കാവ്, ദ്രുമ എന്ന് വെച്ചാൽ ബാനിറ്റി. അപ്പോൾ ഗോദ്രുമ ദ്വീപിൽ ശരിക്കും പോയി കഴിഞ്ഞാൽ അത് കോലദ്വീപ് പോലെ ഒരു ടൗണും ബിസി കൊച്ചു റോഡ്സ് അല്ല, ഭയങ്കര വ്യത്യാസമാണ് ഓരോ ദ്വീപ്. കോലദ്വീപ് ഒരു ടൗൺ പോലെ, ഒരു ചെറിയൊരു വില്ലേജ് ടൗൺ പോലെയാണ്. കുറച്ച് റോഡ്സും കുറേ ബിൽഡിങ്സും കടകളും എപ്പോഴും ടൗൺ. ഗോദ്രുമ ദ്വീപ് ഭയങ്കര വ്യത്യാസമാണ്. വലിയ റോഡ്, പക്ഷെ അത്ര ടാറിട്ട റോഡൊന്നുമില്ല. വലിയ റോഡ്, പക്ഷെ പോകാൻ പറ്റും. കുറേ മരങ്ങളും സൈഡിൽ, വലിയ മരങ്ങൾ വലിയത്. അവിടെയാണ് ഗോദ്രുമ ദ്വീപിൽ ആംഗട്ട ഈ കൊച്ചു സ്ഥലം. അവിടെയാണ് ആദ്യം സാധാരണ. ആംഗട്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. അത് പറയാം. ആംഗട്ട ഇപ്പം ഒരു അമ്പലമൊന്നുമില്ല, അവിടെ ഒരു കൊച്ചു എൻട്രൻസ്, മാർക്കിംഗ് ഒന്നുമില്ല. ഇതാണ് ആംഗട്ട എന്ന് പറഞ്ഞ് മാർക്കിംഗ് ഒന്നുമില്ല. അറിയണം ആംഗട്ടയാണ്. അതുകൊണ്ട് അതിനകത്ത് കണ്ടായിരുന്നത് കുറേ മാംഗോ ട്രീസ് മൊത്തം മാംഗോ ട്രീസ്. മാംഗോ കഥയെന്ന് വെച്ചാൽ ലൈക്ക് ഗോദ്രുമ ദ്വീപാണ്. ഓരോ ദ്വീപിനും 9 പ്രോസസ്സസ് ഭക്തിൻ്റെ ഓരോ ഗോദ്രുമ ദ്വീപിന് കീർത്തന. അപ്പോൾ മാപ്രഭു എപ്പോഴും കീർത്തനം ചെയ്യും, നഗരസംഘം കീർത്തനം ചെയ്ത്. ഒരു ദിവസം മാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സ് ഒക്കെ കണ്ണു പോയപ്പോൾ അവർ ഇരുന്നു. അവർക്ക്
വർഷക്കായിരുന്നു ലൈക്ക് ഇവാൻപേട്ടയിലാണ് റെസ്റ്റ് എടുത്തത്. വർഷക്കായിരുന്നു. അപ്പോൾ മഹാപ്രഭു ഒരു കമ്പെടുത്തു. അത് ലൈക്ക് ഇപ്പോഴും എന്താ ഗ്രൗണ്ടാണ് ഒരു മരം വന്നു. അത് മൊത്തം മാങ്ങ വന്നു. പക്ഷെ തിങ്ങപ്പത്ത് മാങ്ങ സീഡ് ഇല്ലായിരുന്നു, സ്കിന്നില്ല, ജസ്റ്റ് പഴം. ഒരു വർഷത്തേക്ക് മാങ്ങ മരം തന്നു. ഒരു വർഷത്തേക്ക് ഈ മരം ഉണ്ടായിരുന്നു. അത് സീഡും ഇല്ലായിരുന്നു, സ്കിന്നില്ലാത്ത പഴുപ്പ് മാത്രമുള്ള വലിയ വലിയ. അതാണ് ആമ്പട്ട, സുവർണ വിഹാർ, നരസിംഹപ്പള്ളി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നടന്നു പോകുന്നേ ഉള്ളൂ മധ്യദ്വീപിലോട്ട്. നടന്ന് റോഡ് വഴി പോകുന്നത് മധ്യദ്വീപിലോട്ട്. മധ്യദ്വീപിൽ പോയി കഴിഞ്ഞാൽ മധ്യദ്വീപിൽ ഹംസവാഹന ശിവ അങ്ങനത്തെ ഒന്നുണ്ട്. നൈമിഷാരണ്യ അവിടെ പോയി കഴിഞ്ഞാൽ പറയും, അവിടെയാണ് ലെക്ചർ സാധാരണ. നൈമിഷാരണ്യമില്ല. നൈമിഷാരണ്യ ശരിക്കുള്ള നൈമിഷാരണ്യ ഇവിടുത്തെ നൈമിഷാരണ്യാണ്. വേറൊരു നൈമിഷാരണ്യം ഉണ്ടല്ലോ, അത് ഡൽഹി. ഈ നൈമിഷാരണ്യ ഹംസവാഹന ശിവ കഥ എന്ന് വെച്ചാൽ ഹംസവാഹന ശിവ നൈമിഷാരണ്യം ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡാണ്. ഹംസവാഹന ശിവ എന്ന് വെച്ചാൽ ഒരു ദിവസം ചൈതന്യ ഭാഗവതല്ല ചൈതന്യ ഭാഗവത്. It is being spoken about Chaitanya Mahaprabhu's pastimes. And it is at this place called Naimisharanya. So, ഒരു ദിവസം ഹംസവാഹന ശിവ ചൈതന്യ ഭാഗവത്തിൽ പറയണത് ലൈക്ക് ഹി അണ്ടർസ്റ്റുഡ് സ്പീക്കിംഗ് അബൌട്ട് ചൈതന്യ മഹാപ്രഭുസ് pastimes. അത് കേൾക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാലും വരണം. ശിവന്റെ ലൈക്ക് വാഹനം എന്ന് വെച്ചാൽ ഇറ്റ്സ് ബുൾ, നന്ദി. പക്ഷെ നന്ദി കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് ബ്രഹ്മൻ്റെ അടുത്ത് പോയി ഒന്ന് ഹംസ തരുമെന്ന് ചോദിച്ചു. ആ ഹംസയിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് നൈമിഷാരണ്യയിലോട്ട് വന്ന് നൈമിഷാരണ്യയിൽ കേട്ടത്. അതുകൊണ്ടാണ് ഹംസവാഹന ശിവ. അപ്പോൾ ഹംസവാഹന ശിവ ഉണ്ട്, അതിൻ്റെ അടുത്ത് നൈമിഷാരണ്യ. It's told a person who goes to Naimisharanya for even a moment, in a moment all the senses pure. Not Naimisharanya ഒക്കെ മധ്യദ്വീപ്. മധ്യദ്വീപിൽ നിന്ന് നടന്ന കോലദ്വീപില് അവിടെ കോലദ്വീപില് ഗോരംഗ സേതു എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട്. ഒരു അല്ലാതെ സാധാരണ ഇത് ക്രോസ് ബോട്ട് ക്രോസ് ആണ്. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് വന്നുകൊണ്ട് നടന്നപ്പോൾ ഗോരംഗ സേതു. ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് പഞ്ചവേണി എന്ന് പറയുന്നത്. അതിവിടെ. അപ്പോൾ കോലദ്വീപിൽ നിന്ന് നമുക്ക് റോഡ് വഴി കോലദ്വീപിലെ ദാമേശ്വർ മഹാപ്രഭു, പിന്നെ നക്ഷനത്തല, പിന്നെ ഒരു മായ ടെമ്പിൾ ഉണ്ട്, പ്രൗഢമായ എന്ന് പറഞ്ഞാൽ. ആ ടെമ്പിൾ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ടു ബി ദ പ്രൊട്ടക്ടർ ഓഫ് ദ ധാം. അവിടെ ശിവനുണ്ട്, മായ ഉണ്ടല്ലോ, യോഗമായ മഹാമായ ടെമ്പിൾസ് ഒക്കെ അങ്ങനെ. എന്നിട്ട് പിന്നെ റോഡ് വഴി തന്നെ ഋതുദ്വീപ് വരെ പോവാം. ഋതുദ്വീപില് ഇവിടെ സമുദ്രകർ ചമ്പാവട്ടിയാണ്. ഋതു എന്ന് വെച്ചാൽ ലൈക്ക് സീസൺ, സ്പ്രിംഗ് സീസൺ. അപ്പോൾ ദ കിങ് ഓഫ് സീസൺസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസണാണ്. അത് ഋതു വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഋതുദ്വീപ്. സമുദ്രകർ ചമ്പാവട്ടി ഗൗർ ഗദാധർ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളുണ്ട്. അവിടെയും എപ്പോഴും പഞ്ചരത്ന പ്രഭുവിൻ്റെ നല്ലൊരു ടെമ്പിൾ. എന്നിട്ട് അവിടെ ഒരു പ്രഭുവുണ്ട്. ആ പ്രഭു 40 വർഷമായിട്ട് അവിടെ പൂജിക്കണേ ഈ ഗൗർ ഗദാധർ ഡീറ്റീസിനെ. ആ ഗൗർ ഗദാധർ ഡീറ്റീസ് ഭയങ്കര പേഴ്സണൽ ഡീറ്റീസ്. അത് ദ്വിജവാണിനാഥ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, ഒരു മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്. ഒരു ദിവസം ഗൗർ ഗദാധർ ബോട്ടിൽ വന്ന് ആ ദ്വിജവാണിനാഥിൻ്റെ വീട്ടിൽ വന്നാണ്. ഗൗർ ഗദാധറിൻ്റെ അടുത്ത് ഒരു ദ്വിജവാണിനാഥ് പ്രസാദമൊക്കെ കൊടുത്തിട്ട് ദ്വിജവാണിനാഥ് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. അത് കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഡീറ്റീസാണ് ഗൗർ ഗദാധർ. ഡീറ്റീസ് ആയിട്ട് പിന്നെ പറഞ്ഞു ലൈക്ക് ഇത് നമ്മൾ നോൺ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഡീറ്റീസ് പൂജിച്ചു. We need to go and do our like mission, have to preach and all that. Then Dujjana said, if
DTs ആൻഡ് ഗോർഗദാദർ നോൺ ഡിഫറെൻ്റ് ആണെങ്കിൽ പിന്നെ DTs പൊക്കി വെക്കാം. അപ്പോൾ ഗോർഗദാദർ വന്നു DTs ആയിട്ട് നിന്നു. ആ DTs നടന്നു ഗോർഗദാദർ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ വാ DTs മാത്രം ശരി എന്ന് പറഞ്ഞു. ഗോർഗദാദർ വന്നു DTs ആയിട്ട് മാറി. DTs നടന്നു. അവസാനം ജുജാനകത്ത് ആ DTസിനെ പൂജിച്ച് എല്ലാ ദിവസവും പൂജിക്കായിരുന്നു. അതും ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഫുഡ് കൊണ്ടുവരും, ഒരു നല്ല ഫീസ്റ്റ് കൊണ്ടുവരും, അത് കൊടുക്കും. അവർ DTs ആയി പെട്ടെന്ന് ഫുഡ് വരുമ്പോൾ അവർ ഇറങ്ങും, കഴിച്ചിട്ട് തിരിച്ച് DTs. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ജുജാനകത്ത് ഉണ്ടാക്കും. അങ്ങനെ കുറേ പാസ്റ്റ് ടൈംസ് ഉണ്ട് ജുജാനകത്തിൻ്റെ ഈ ഗോർഗദാദർ DTs കൂടെ. അതേ ഗോർഗദാദർ DTs ആണ് ഇപ്പോഴും ഉള്ളത്. വലിയ DTs കണ്ടിട്ടുണ്ട്. കണ്ടായിരുന്നു. ചമ്പാട്ടി ചമ്പ ഫ്ലവേഴ്സ് ഹട്ടി എന്ന് വെച്ചാൽ ഹട്ട എന്ന് വെച്ചാൽ ഇതാണ് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ചമ്പ ബിക്കോസ് ആണ് ചമ്പാട്ടി സമുദ്രസേന എന്ന് പറയുന്ന ഒരു രാജാവ് കഥയായിരുന്നു. വിദ്യാനഗർ ഇത് നടന്നു പോയി. വിദ്യാനഗർ ഉണ്ട്. പിന്നെ വേറൊരു റാത്തൂപ്പുറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് ഹിഡൻ രാധാകുണ്ട് ഷാമ്പു. അതും ഇതൊന്നുമില്ല, സൈനൊന്നുമില്ല, അമ്പലമൊന്നുമില്ല, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും ഇല്ല. വിദ്യാനഗർ ടെമ്പിൾ നടിച്ചതിന് വിദ്യാനഗർ അടിച്ചു, ചമ്പാട്ടി ടെമ്പിൾ അടിച്ചതിന് ചമ്പാട്ടി കൊണ്ടുപോകും, സമുദ്രം എല്ലാ സ്ഥലങ്ങളും. പക്ഷെ റാത്തൂപ്പുറ ശരിക്കും ആരും ഇത് ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടില്ല. അതും സൈനൊന്നുമില്ല, അമ്പലമൊന്നുമില്ല, ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ അവിടെ ജസ്റ്റ് റോഡിൻ്റെ ഇടയിൽ ഒരു കുറേ ഫാമിൻ്റെ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരേ ഒരു ഭാഗമാണ് റാത്തൂപ്പുറ. അത് ഈ നവദ്വീപ് മണ്ഡൽ പരിക്രമേൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും മഹാരാജസ് നിൽക്കും, അവിടെ പോകും. ഇത് റാത്തൂപ്പുറ എല്ലാ വർഷവും അതേ സ്ഥലത്ത് പോകുമ്പോൾ റാത്തൂപ്പുറ അവിടെ. സോ പിന്നെ റാത്തൂപ്പുറയിൽ സാധാരണ എല്ലാ വർഷം പരിക്രമ സമയത്ത് കുറേ പയ്യന്മാർ വന്നു അറിയാം, എല്ലാ കരിപ്പുറ റാത്തൂപ്പുറ നിൽക്കും. അതുകൊണ്ട് എല്ലാ ഡിവോട്ടീഷ്യൻ മഹാരാജന്മാരുടെ വേണ്ടി ഇറങ്ങി കുണ്ടെന്ന് അത് ഭയങ്കര പാടാണ്. കുറേ ചെളിയും ശരിക്കും സ്റ്റെപ്പ് പോലെ ഗംഗയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർ ഇറങ്ങി വെള്ളം എടുത്ത് കൊണ്ടുവരും. അതാണ് ജാനുദ്വീപിൽ ജാനുമുനിൻ്റെ ആശ്രമമുണ്ട്. ജാനുമുനി താമസിച്ച സ്ഥലമാണ് ജാനുദ്വീപ് എന്ന് പറയുന്നത്. ഗംഗ അവിടെ കൂടെ ജാനുമുനിൻ്റെ ദ്വീപിൽ കൂടെ പോയപ്പോഴാണ് ലൈക്ക് അത് ഭരത് മഹാരാജ് കൊണ്ടുവന്നപ്പോഴാണ് ഗംഗനെ. അപ്പോൾ അല്ല ഭഗീരഥ കൊണ്ടുവന്നപ്പോഴാണ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒഴുകി പോയപ്പോഴാണ് ഒരു ദിവസം ജാനുമുനിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തുകൂടെയാണ് പോയത് ഗംഗ ഒഴുകിപ്പോയത്. ഒരു ദിവസം ഇല്ലായിരുന്നു. അടുത്ത ദിവസം നോക്കിയപ്പോൾ ഭഗീരഥ ആ ഗംഗയും കണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഗംഗയിൽ. അപ്പോൾ അന്ന് ഭഗീരഥൻ്റെ ജാനുമുനിൻ്റെ ആച്മൻ കപ്പ് വെളിയിലിരിക്കും. ആ ആച്മൻ കപ്പ് എടുത്തുകൊണ്ടാണ് ഗംഗ പോയത്. ഭഗീരഥയ്ക്ക് നല്ല ദേഷ്യം വന്നു, ആച്മൻ കപ്പ് പോയി. അപ്പോൾ ഗംഗ മൊത്തം എടുത്ത് വെച്ചു. ഭഗീരഥ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഗംഗനെ കൊണ്ടുവന്നേ. എന്നിട്ട് ഭഗീരഥ വന്ന് കുറേ നാളത്തേക്ക് സർവീസ് ചെയ്തു. അവസാനം ഒരു ദിവസം ഭഗീരഥ ജാനുമുനി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഭഗീരഥ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ഗംഗ കൊണ്ടുവന്നു. അതുകൊണ്ട് ആദ്യം തിരിച്ച് ഗംഗ ഒഴുകി. അതുകൊണ്ടാണ് ജാനുമുനിൻ്റെ മകളെന്ന് പറയുന്നത് ഗംഗൻ്റെ വേറെ പേര് ജാനു. അപ്പോൾ അതാണ് ജാനുദ്വീപ. വിദ്യാനഗറുണ്ട്. വിദ്യാനഗറാണ് മാപ്രഭുവിൻ്റെ സ്കൂൾ. അവിടെ വെച്ചാണ് മാപ്രഭു എഡ്യൂക്കേഷൻ സംസ്കൃത് മാത്സ് ലോജിക്. മോതിർമ ദ്വീപിൽ ലോർഡ് രാമിൻ്റെ ഫാമിലി. മോതിർമ ദ്വീപിൽ ഇതേപോലെ കുറേ അവിടെയാണ് ഗംഗ ഒഴുകുന്നത്. കുറേ ഇതുണ്ട്. പിന്നെ അപ്പോൾ ലൈക്ക് ഈവൻ നൗ we're trying to discover more Chaitanya pastime places there. കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. ഒരു ക്രോക്കഡൈലൊക്കെ വന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ക്രോക്കഡൈൽ ലിബറേഷൻ സിറ്റി, ജാനുദ്വീപ്, ഋതുദ്വീപ് ഇവിടെയൊക്കെ. എന്നുവെച്ചാൽ
ഇവിടെ നിന്ന് നമ്മൾക്ക് തിരിച്ച് ക്രോസ് ചെയ്ത് ഇവിടെ ബോട്ട് ക്രോസ് ചെയ്താണ് ബേൽപുക്കൂർ പോകുന്നത്. അത് ക്രോസ് ചെയ്യണത് ഒരു ഘട്ടുണ്ട്, നിതയ ഘട്ടം. നിതയ എന്ന് വെച്ചാൽ നോ മേഴ്സി, ലൈക്ക് ദയ മേഴ്സി, നീ ദയ നോ മേഴ്സി. മേഴ്സി ഇല്ല, മേഴ്സി ചൈതന്യമാർക്ക് മേഴ്സി കൊടുക്കാത്ത സ്ഥലമാണ് നിതയ എന്ന് പറയുന്നത്. ആ ഘട്ട് വഴിയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. എന്തെന്ന് വെച്ചാൽ നിതയ അവിടെ വെച്ചാണ് മഹാപ്രഭു ബോട്ട് എടുത്ത് സന്യാസിനെ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ദയ കാണിക്കാൻ പ്രാർത്ഥിച്ചു. മഹാപ്രഭു ഒരു ദയം കാണിക്കുക, തിരിഞ്ഞു നോക്കാതെ നേരെ സന്യാസി എടുക്കാൻ പറ്റും. ഈ ഘട്ട് വെച്ചാണ് ആ ഘട്ട് ക്രോസ് ചെയ്ത് നിതയ ഘട്ട് വെച്ച് ഇവിടെ ബേൽപുക്കൂറിലുണ്ട്. ബേൽപുക്കൂറിലെ മദൻ ഗോപാൽ ക്ഷേത്രമുണ്ട്. അതാണ് സച്ചി മാത ജനിച്ച സ്ഥലം, ജനിച്ചു വളർന്ന സ്ഥലം. അതാണ് ബേൽപുക്കൂർ മദൻ ഗോപാൽ. അവിടെ വെച്ചാണ് ക്യാമ്പ്. അന്നത്തെ ദിവസം ക്യാമ്പ് ആണെങ്കിൽ രാത്രി ഇവിടെ സിമന്ത് ദ്വീപിലാണ്. എന്നിട്ട് സിമന്ത് ദ്വീപ് ലാസ്റ്റ് എത്രയും സിമന്ത് ദ്വീപിലെത്തും. സിമന്ത് ദ്വീപിൽ രാജപൂർ ജഗന്നാഥ് ടെമ്പിളൊക്കെ ഉണ്ട്. അന്ന് സിമന്ത് ദ്വീപിൽ സാധാരണ എല്ലാ വർഷം മഹാമിലൻ എല്ലാ ഗ്രൂപ്പ്സ് ഈ പരിക്രമ പോയ വേറെ വേറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ വഴി ആ വഴി ഇന്റർനാഷണൽ ഗ്രൂപ്പ്, സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ്, ബംഗാളി ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പ്സും ഉണ്ട്. അതെല്ലാം ആ ഗ്രൂപ്പ്സ് എല്ലാം കൂടെ അവസാനം ചേർന്നെത്തുന്ന സ്ഥലമാണ്. അപ്പോൾ സാധാരണ അന്നത്തെ ദിവസം രാവിലെ ഫീസ്റ്റും ഉച്ചയ്ക്ക് ഫീസ്റ്റും പിന്നെ കുറെ പ്രോഗ്രാമും. അതും രാജപൂർ എന്ന് പറയുന്ന ഇസ്കോൺ ടെമ്പിളാണ്, ഇസ്കോണിൻ്റെ ടെമ്പിളാണ് രാജപൂർ. അതുകൊണ്ട് ഭയങ്കര ഫെസ്റ്റിവലും ബിക്കോസ് എല്ലാ ഗ്രൂപ്പ്സ് ഒരുമിച്ച് വന്ന് അവസാനിക്കണോണ്ട് ഭയങ്കര പ്രസാദവും ലൈക്ക് എല്ലാ ദിവസവും ഇവിടെ രാവിലെ പാസ്ത, രസഗുല്ല, ഗുലാബ് ജാമുൻ, പിന്നെ ഉച്ചയ്ക്ക് കുറേ ഐറ്റംസും. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ബോട്ടിൽസ് ആയിട്ട് കുറേ ആൾക്കാർ വരും. അത് റസ്മലൈൻ്റെ റസ് മാത്രം ആയിട്ട് എടുക്കാൻ ബോട്ടിൽസ് ഒക്കെ കൊണ്ടുപോകാം. അങ്ങനെ എന്നിട്ട് അവസാനം തിരിച്ച് മലപ്പൂരിലെത്തി അവിടെ വെച്ച് എൻഡിങ് സ്ഥലം. രാജാപൂർ സിമന്റ് ദ്വീപല്ലേ? രാജാപൂർ നമ്മൾ ജഗന്നാഥ് അവിടെ വെച്ച് എന്നിട്ട് നടന്നു പോകുന്നത്, ലൈക്ക് റോഡ് വഴി പോകുന്നത് തിരിച്ചു. ഇത്രയും നല്ല ദൂരമാണ് വെച്ചാൽ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മായപ്പൂരിൽ തന്നെ നമ്മുടെ ഇസ്കോൺ ക്യാമ്പസ് തന്നെ ഒരു 3-4 കിലോമീറ്റേഴ്സ് റേഡിയസ് ഒരു ക്യാമ്പസാണ് മായപ്പൂർ. അപ്പോൾ അത് തന്നെ നടന്നു പോയാൽ നമ്മൾ ടോട്ടോ വിളിക്കും, നടന്നു പോകാതെ ടോട്ടോ വിളിക്കും. അതാണ് കൊച്ചൊരു ഇസ്കോൺ ക്യാമ്പസ് പറയാൻ. അത്രയും തന്നെ നടന്നു പോകാൻ നമുക്ക് ടോട്ടോ വിളിക്കാം. ഇത്രയും നടന്നാണ് ആൾക്കാർ. അതും 70 years ഓൾഡായ നരസിംഹ മഹാരാജ്, കുറേ മഹാരാജന്മാർ ഉണ്ട്. എല്ലാവരും നടന്നാണ് കയറിയത്. കവിചന്ദ്ര മഹാരാജ് അതും മഹാരാജന്മാർക്കൊക്കെ ക്യാമ്പിലാണ് റൂമുണ്ട്. ക്യാമ്പിൽ എല്ലാ ദിവസവും കൊണ്ടാണ് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ലെക്ചർ കൊടുക്കും. സാധാരണ ഗുരുമരാജ് വരെയായിരുന്നു, വരില്ല. പക്ഷെ ഒരു റെക്കോർഡ് ക്ലാസ് ആയിരിക്കും സാധാരണ. ഏതെങ്കിലും ഒരു ദിവസം ഗുരുമരാജ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ഗുരുമരാജ് തന്നെ ഇപ്പോഴും is trying to find more places. ഗുരുമരാജിന് ഒരു ദിവസം like he saw a dream about a place called Vishnupur, I think. Yeah, I think that's it. And he saw a dream about that place and he's trying to find out exactly എവിടെയാണ് ആ സ്ഥലം in the Parikramam, and he's trying to add it to the Parikramam. So it's a long, so അങ്ങനെ this itself is said that we have only found out 20% of Mayapur. And Gurumaraja is trying to find more and more places. Yes, he has started to discover a lot of places. And now next is I think it's already found.